ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കിച്ചൺ നല്ല അലമ്പാണ്, നല്ല അലമ്പായിട്ട് കിടക്കണതാണ് ഇപ്പോൾ കിച്ചൺ. അപ്പോൾ അത് ആ ഒരു ക്ലീൻ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചേട്ടക്കൊക്കെ ഒന്ന് ബാങ്കിലൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് അമ്മ നേരെ അതിനെ നോക്കലായിരുന്നു. അത് ഫുൾ അലമ്പായതുകൊണ്ട് തന്നെ ആദ്യമേ നോക്കലായിരുന്നു അമ്മയുടെ ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഇന്ന് കഞ്ഞിയും കറിയൊന്നും വെക്കേണ്ടി വന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡ് ഫ്രിഡ്ജിലിരുന്ന് വെച്ചു. ചോറും കറിയൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അടുക്കളയിലോട്ട് ആരും തന്നെ അങ്ങനെ കയറിയിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഈ കറിയൊക്കെ ചൂടാക്കാനല്ലാണ്ട് ആരും തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൽ നല്ല അലമ്പായിട്ട് കിടക്കണമായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോഴേക്കും ആണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയത്. വൈകുന്നേരത്തെ ചായ കുടി കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയത്. അപ്പോൾ ആദ്യമേ തന്നെ പാത്രം കഴുകി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രം കഴുകാനായിട്ട് പാത്രം കഴുകണമെങ്കിൽ അതിൻ്റെ കൊട്ടയിലെ പാത്രങ്ങൾ ആദ്യം മാറ്റണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ കൊട്ടയിലെ പാത്രങ്ങളൊക്കെ എല്ലാം മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രം കഴുകാനൊക്കെ തുടങ്ങിയത്. നമ്മുടെ അടുക്കളയിൽ പണി തുടങ്ങുമ്പോൾ സിങ്കിലെ പാത്രങ്ങൾ വേഗം കഴുകി തീർന്നു കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിയും. ഒരു കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ടാണെങ്കിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ പണി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാനായിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതും പാത്രം കഴുകാനായിട്ടായിരിക്കും. ഇപ്പോൾ രാവിലെ തൊട്ട് തന്നെ പാത്രം കഴുകാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുവിധം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചപ്പാത്തിയുടെ പലക കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. കാരണം ഇവിടുത്തെ ചപ്പാത്തിയുടെ പലക നല്ല ഒരു കല്ലിൻ്റെയാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ് ആ സാധനത്തിന്. നമ്മൾ കഴുകുമ്പോൾ തെന്നി നല്ല നൈസായിട്ടൊന്ന് തെന്നി താഴ്ത്തിട്ടുണ്ടെങ്കിൽ നേരെ വിരലിലോട്ടേ വീഴുള്ളൂ, വിരലൊടിഞ്ഞു പോകും. എനിക്കാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ തീട്ടി താഴ്ത്തോട്ട് വീഴുക എന്നുള്ളത് പതിവായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് സൂക്ഷില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതെനിക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചപ്പാത്തിയുടെ പല കഴുകാൻ നല്ല പേടിയും. നമ്മൾ കിച്ചണിൽ കയറി പണി ചെയ്തെടുക്കുന്നതിനേക്കാൾ, അതായത് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് തന്നെയാണ്. ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോഴാണെങ്കിലോ ഓരോ കാര്യത്തിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വിളിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടിയും വരും. അതുകൊണ്ട് ക്ലീനിങ് ആണെങ്കിൽ പ്രോപ്പറായിട്ട് നടക്കൊന്നും ഉണ്ടായിരുന്നില്ല. പാത്രമാണെങ്കിൽ കഴിയിട്ടും തീരാത്ത പോലെ കഴിയുന്തോറും കൂടി വന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി പാത്രം കഴുകലൊക്കെ ഒരുവിധം തീർത്ത് കൊട്ടതാ നിറഞ്ഞിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല വേറെ കുറച്ച് ചട്ടികളും മട്ടികളൊക്കെ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ സ്ലാബ് മൊത്തം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴുകണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ പിന്നെ തുടങ്ങി. സ്ലാബിലാണെങ്കിൽ ഓരോ അച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ കിടന്നു വെച്ചുകൊണ്ട് അതൊക്കെ ആദ്യമേ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് തേച്ചൊടിച്ച് കഴുകാൻ പറ്റുള്ളൂ. സ്ലാബിലുള്ള എല്ലാ പാത്രങ്ങളും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലാബ് തേച്ചൊടിച്ച് കഴുകാനായിട്ട് വളരെ എളുപ്പമുള്ള പരിപാടിയാണല്ലോ. ഒരു ലിക്വിഡ് ഇട്ട് ആ സ്ക്രബ്ബർ ഇട്ട് നല്ലോണം തേച്ചൊടിച്ചിട്ട് ആ വെള്ളം കൂടിയിട്ട് നല്ലോണം അങ്ങോട്ട് തൂത്ത് കഴിഞ്ഞപ്പോഴേക്ക് സ്ലാബ് നല്ലോണം മെന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു നല്ലൊരു ഉണക്ക തുണി കൊണ്ട് തുടച്ചും കൂടെ കഴിഞ്ഞാൽ ആ വെള്ളം എല്ലാം പറ്റി കഴിയുമ്പോൾ നല്ലോണം ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും തേച്ചൊടിച്ച് കഴുകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സൈഡ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഗ്യാസ് സ്റ്റവ് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ അടിയിലുള്ളതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് സ്റ്റവ് കഴുകി കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് സ്റ്റവിലെ വെള്ളമൊക്കെ നേരെ കഴുകിയ സ്ഥലത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഗ്യാസ് സ്റ്റവ് കഴുകിയിട്ട് പിന്നെ അതിൻ്റെ അടിയിലത്തെ സ്ലാബ് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള സ്ലാബും അതിൻ്റെ അടിയിലത്തെ സ്ലാബൊക്കെ എല്ലാം കൂടെ നല്ലോണം തേച്ചൊഴിച്ച് നല്ലോണം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഒരു ആശ്വാസം, ഒരു നിർവൃതി അടഞ്ഞ പോലെ. നമ്മൾ ഒരു പണി ചെയ്തങ്ങാട് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. അതേപോലെ ക്ലീൻ ചെയ്യാൻ നേരത്തെ എടുത്തു മാറ്റിയ സാധനങ്ങളെല്ലാം അതേപടി എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് അടുക്കള മൊത്തം മെനയി കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനം കിട്ടി. അപ്പോൾ നമുക്ക് ഇനി പണിയെടുക്കാനായിട്ട് നമുക്ക് തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ അടുക്കള ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ അതാ സ്ലാബും എല്ലാം കഴുകി പാത്രങ്ങളും എല്ലാം കഴുകി അടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് തന്നെ ഒരു സംതൃപ്തി ആവുമല്ലോ. അപ്പോൾ ഇതാണ് അടുക്കള ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ഗ്യാസ് സ്റ്റവ് എല്ലാം അത്യാവശ്യം നല്ലോണം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.